ട്രെക്കിങ്ങിനും മഴ ആസ്വദിക്കാനും കോടമഞ്ഞ് ആസ്വദിക്കാനും ഒക്കെ പറ്റിയ ഒരിടം, മലബാറിൻ്റെ ഗവി എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി സ്പോട്ട്, അതാണ് വയലട. അപ്പം നമുക്ക് വയലട കാണാൻ വിട്ടാലോ? ഈ മഞ്ഞൊന്ന് ആസ്വദിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും വയലട വ്യൂ പോയിൻറ്റിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. കഴിഞ്ഞ വീഡിയോസ് കാണാത്തറവെന്ന് കണ്ടു നോക്കിക്കോളൂ. ഇവിടെ എങ്ങനെ എത്തിച്ചേരുന്നതെന്നുള്ള വീഡിയോസാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തത്. ഇന്ന് നമ്മൾ വയലടയിലെ വ്യൂ പോയിൻ്റ് ഒന്ന് കണ്ടു നോക്കാം. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. ഒരു ബിൽഡിംഗ് കുറച്ചുകൂടി മുകളിലോട്ട് നമുക്ക് ബൈക്ക് പാർക്ക്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വഴി തെറ്റിപ്പോയി എന്ന്. ആ തെറ്റിയത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരാവേ. ശരിക്കും നമുക്ക് ഇവിടെ നിന്നാണ് വഴി തെറ്റിയത്. ശരിക്കും നമുക്ക് ഇത്രയും കയറി വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് താഴെ തന്നെ മുള്ളമ്പാറ വ്യൂ പോയിൻ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതറിഞ്ഞില്ല. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ മുന്നിൽ പോയ ഒരുപാട് പേര് ഇങ്ങോട്ട് പോയിരുന്നു, കുറച്ചങ്ങോട്ട് സഞ്ചരിച്ചിരുന്നു. ഇതുണ്ടോ, ഞാൻ ഈ ചക്കയൊക്കെ കണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ മുന്നിലോട്ട് നടന്നു. എന്നെപ്പോലെ തന്നെ കുറേ പേര് മുന്നിലുണ്ടായിരുന്നു. അവരൊക്കെ വഴി തെറ്റിയിട്ട് വന്നത്. അപ്പോൾ ഇതിലെയാണ് ശരിക്കും നമുക്ക് പോകേണ്ടത്. ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് കയറിയതാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിക്കടുത്താണ് ഈ മുള്ളൻപാറ വ്യൂ പോയിൻ്റ് വയലട സ്ഥിതി ചെയ്യുന്നത്. താമരശ്ശേരിയിൽ നിന്നും 20 കിലോമീറ്ററും ബാലുശ്ശേരിയിൽ നിന്നും 12 കിലോമീറ്ററും അകലെയാണ് വയലട എന്ന കൊച്ചു ഗ്രാമം. നമ്മൾ കയറി പോകുമ്പോഴേ ഇതെങ്ങനെ കുറച്ച് പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. ട്രക്കിങ്ങിന് പറ്റിയ ഒരു അടിപൊളി ഇടമാണ്. അതുകൊണ്ട് നല്ല രസമാണ് ഇതിലങ്ങോട്ട് കയറി ചെല്ലാൻ. നടക്കാനൊക്കെ നല്ല സുഖമാണ്. കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഇങ്ങനെ. അപ്പോൾ നമ്മൾ വ്യൂ പോയിൻറ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ് വയലട വ്യൂ പോയിൻ്റ്. ഇനിയും കാണുന്നതേ ഇവിടുത്തെ അതിമനോഹരമായ കാഴ്ചകളാണ്. സമുദ്രനിരപ്പിൽ നിന്നും 2000 അടി ഉയരത്തിലാണ് വയലട സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാണ്, താമരശ്ശേരിയിൽ നിന്നും ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ 7 മണിക്കൊരു KSRTC ബസ് ഇങ്ങോട്ട് സർവീസ് നടത്തുന്നു. കൂടാതെ ബാലുശ്ശേരിയിൽ നിന്ന് 7:30 അത് എടുക്കുക. അവസാനം നമ്മൾ മുള്ളൻപാറ വ്യൂ പോയിൻറ്റിലിട്ടെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊരു രക്ഷയില്ല കേട്ടോ. അടിപൊളി കാഴ്ചകളാണ്. ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കാഴ്ചകൾ ഒന്നൊന്നര കാഴ്ചകളാണ് കേട്ടോ. ട്രെക്കിങ്ങിനും മഴയും കോടമഞ്ഞും ആസ്വദിക്കാനും പറ്റിയ മലബാറിലെ അടിപൊളി സ്പോട്ട്. ഇത് കോഴിക്കോടിൻ്റെ ഗവി എന്നറിയപ്പെടുന്നു. കോടമഞ്ഞ് പുതച്ചുറങ്ങുന്ന സുന്ദരി, അതാണ് വയലട. അവിടുത്തെ മുള്ളൻപാറ വ്യൂ പോയിൻറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പ്രകൃതി ഭംഗിയും മഞ്ഞും ആസ്വദിക്കാനായിട്ട് സമൂഹമാധ്യമങ്ങളിലൂടെ യാത്രാപ്രേമികൾ വൈറലാക്കിയ ഒരിടമാണ് വയലട. ഇതിന് മുള്ളൻപാറ വ്യൂ പോയിൻ്റ് എന്ന് പറയാൻ കാരണേ, ഈ പാറകൾ ഇങ്ങനെ മുള്ളു പോലെ ഇങ്ങനെ കോർത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നടന്നാലൊന്നും അപകടങ്ങൾ സംഭവിക്കില്ല. നമ്മൾ വെള്ളക്കുപ്പികളും മറ്റും കൊണ്ടുവരികയാണെങ്കിലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപിക്കണം. അല്ലാതെ വലിച്ചു വാരി അവിടെയും ഇവിടെയൊന്നും കൊണ്ടെറിഞ്ഞ് ഈ സ്ഥലത്തെ മലിനമാക്കരുത്. ഇവിടെ നമുക്ക് ഇരുന്ന് ആസ്വദിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ പാറകളിലും നമുക്ക് ഇരിക്കാം. ഇവിടെ നമുക്ക് നോക്കിയാലേ നമ്മുടെ കക്കയം ഡാമിൻ്റെ റിസർവയറൊക്കെ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പേരാമ്പ്ര, കൂരാച്ചുണ്ട് ടൗണുകളും കാണാനായിട്ട് കഴിയും. പാറകളിലൊക്കെ പായലൊക്കെ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. സുരക്ഷിതമാണെങ്കിലും ഒരു ശ്രദ്ധ എപ്പോഴും നല്ലതാണല്ലോ. ഇവിടുത്തെ ഒരു അടിപൊളി സംഭവമാണ് ഈ പാറ. അതായത് വൈറൽ ഫോട്ടോസും റീൽസൊക്കെ ഈ പാറയുടെ മുകളിൽ നിന്ന് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. കോടകൾ ഇറങ്ങിയിരിക്കുന്നതാണ്. ഏത് സമയത്തും കോടമഞ്ഞ് ഇങ്ങനെ പെയ്തിറങ്ങും. അങ്ങനെ കോട പുതച്ച് കിടക്കുന്നൊരു സുന്ദരിയാണ് കേട്ടോ ഈ വയലട ഗ്രാമം.
നമുക്കിവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാനായിട്ട് കുറേ വ്യൂ പോയിൻറ്റുകളുണ്ട്. അവിടെയൊക്കെ നിന്ന് നമ്മൾ കാഴ്ച ആസ്വദിക്കാം. അതുപോലെ തന്നെ കണ്ടോ, ഇതുണ്ട് ഞാൻ പറഞ്ഞ മുള്ളൻപാറ എന്ന് പേര് വരാൻ കാരണം ഈ പാറകളൊക്കെ ഈ മുള്ള് പോലെ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം എല്ലാം ചെയ്യാൻ. ഇവിടെ ഈ വേലികളൊക്കെ കെട്ടിയിട്ടുണ്ട് നമ്മൾ വീടായിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് താഴേക്ക് നോക്കിയാലുണ്ടല്ലോ ഒരു രക്ഷയില്ല, അതേപോലത്തെ കാഴ്ചയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് വന്ന് കണ്ട് ആസ്വദിക്കണം. വേറൊരു വൈബാണിത്. നിങ്ങളെ ഗവി കാണാനായിട്ട് പത്തനംതിട്ട വരെ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മലബാറിൽ കോഴിക്കോട് ബാലുശ്ശേരിയിലടുത്തുള്ള ഈ വയലട വ്യൂ പോയിൻറ്റിലോട്ട് വന്നാൽ മതി. അടിപൊളിയായിട്ട് മഞ്ഞും ആസ്വദിക്കാം, മഴയും ആസ്വദിക്കാം. അടിപൊളി പ്രകൃതി ഭംഗിയും ട്രെക്കിങ്ങും എല്ലാത്തിനും പറ്റിയൊരിടം. കോഴിക്കോട് നിന്നും ഇവിടെ എത്താൻ നമുക്ക് ബസ്സിനാണെങ്കിൽ വെറും 75 രൂപ മാത്രമേ ചിലവുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ അതിലും വരാം. ഏത് സമയത്ത് വന്നാലും ഇവിടെ കാണാൻ മനോഹരമാണ്. എന്നാലേ മഴക്കാലമാണ് വയലട കൂടുതൽ സുന്ദരിയായി കാണപ്പെടുന്നത്. ഇവിടെ വന്നാലേ ഈ പാറയുടെ മുകളിൽ നിന്ന് എല്ലാവരും ഫോട്ടോയും റീൽസും വീഡിയോയും ഒക്കെ എടുക്കും. ഞാൻ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ആ പാറയുടെ മുകളിൽ പോയിട്ട് സെൽഫിയാണ് എടുത്തത്. ആ പാറയുടെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ്. ഓരോരുത്തരും ക്യൂ നിൽക്കുകയാണ് അതിന് മുകളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാനായിട്ട്. ഇവിടെ രാവിലെ വന്നാൽ നമുക്ക് മനോഹരമായ സൂര്യോദയം കാണാനായിട്ട് കഴിയും. വൈകുന്നേരമാണെങ്കിലോ ഒരു ചെന്തളികയിൽ ആകാശത്തു നിന്നും അസ്തമയ സൂര്യൻ സിന്ദൂരം വാരി വിതറുന്ന മനോഹരമായ കാഴ്ചയും. അടിപൊളിയല്ലേ? മഞ്ഞ് പെയ്തിറങ്ങുന്ന വയലട മുള്ളൻപാറ വ്യൂ പോയിൻ്റ്. ഇതാണ് ആ വൈറൽ പാറയുടെ മറുഭാഗം. കോഴിക്കോട് നിന്നും ഇവിടേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് KSRTC ബസ് കിട്ടിയില്ലെങ്കിലേ തലയാട് എന്ന സ്ഥലത്തു നിന്നും ഒരു പ്രൈവറ്റ് ബസ് സർവീസ് നടത്തുന്നുണ്ട്. അതിലും നമുക്ക് ഇവിടെ വന്ന് കാഴ്ചകൾ ആസ്വദിക്കാം. ദൂരെ നിന്ന് കണ്ടോ ആ പാറയിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന കാഴ്ച. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വയലട മുള്ളൻപാറ വ്യൂ പോയിൻറ്റിലെ കാഴ്ചകൾ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ഇതുവരെ കണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ട് ഒന്ന് ഇടത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്നൊരു സംഭവം കാണാം. ഒന്ന് ഹൈപ്പ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കൊക്കെ ഉപകാരപ്പെടും. ഇവിടെ വരുന്നവർക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നും ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊക്കെ കാണിക്കാവുന്ന ഒരു ചെറിയ വീഡിയോയാണിത്. അപ്പം നിങ്ങളുടെ ഫാമിലീസിനും കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. നമ്മൾ എവിടെ പോയാലും അവിടുത്തെ ഭംഗി ആസ്വദിക്കാനാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ സ്ഥലത്തിൻ്റെ ഭംഗി നശിപ്പിക്കരുത്, പ്രകൃതിയെ മലിനമാക്കരുത്, അത് ശ്രദ്ധിക്കണം. ഇതാണ് മുള്ളൻപാറ വ്യൂ പോയിൻ്റ്. വയലടയിലുള്ള മുള്ളൻപാറ വ്യൂ പോയിൻ്റാണ്. അടിപൊളി കാഴ്ചകളാണ്. അപ്പോൾ നമുക്കിനി വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് പറഞ്ഞേക്കാം. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് പോയിട്ട് വരാം. കണ്ടില്ലേ നമ്മുടെ വേക്കിലേക്ക് നിൽക്കുന്നുണ്ടല്ലേ, അടിപൊളി കാഴ്ചകളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. പിന്നെ ആ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടടുത്ത് ഒന്ന് ഇടത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹൈപ്പ് എന്നൊരു ബട്ടൺ കാണാം. അതുകൊണ്ട് ഹൈപ്പോട് ചെയ്ത് വെക്കണേ. ഇവിടെ തന്നെ മറ്റൊരു പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.